പുതിയ ഒരു നോട്ടിഫിക്കേഷൻ കൂടി വന്നിരിക്കുകയാണ്. അത് നമുക്ക് എല്ലാവർക്കും പരിചിതമായ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ നോട്ടിഫിക്കേഷൻ ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് നോട്ടിഫിക്കേഷനിൽ എന്താണ് പറയുന്നത് നമുക്ക് നോക്കിയാലോ. അപ്പോ റിക്രൂട്ട്മെന്റ് ഓഫ് ജൂനിയർ ഓഫീസർ ബിസിനസ് പ്രൊമോഷൻ ഓഫീസർ എന്നുള്ള പോസ്റ്റിലേക്കാണ് ഇപ്പൊ നോട്ടിഫിക്കേഷൻ വിളിച്ചത്. ആ നോട്ടിഫിക്കേഷനകത്ത് ആദ്യം തന്നെ ഒരു ഹൈലൈറ്റ് ചെയ്തൊരു കാര്യം പറയുന്നുണ്ട്. Beware of fraudulent job alerts. Apply only through the official online portal as detailed below. Application through any other mode will not be accepted. All communication will be official channels. Via official channels only. അതായത് സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ഒഫീഷ്യൽ ചാനൽസ് അല്ലെങ്കിൽ വെബ്സൈറ്റ് വഴി അല്ലാതെ വേറെ ഒരു രീതിയിലും നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് പോകരുത്. അങ്ങനെ ഫ്രോഡുലന്റ് ആയിട്ടുള്ള ഒരുപാട് വെബ്സൈറ്റുകൾ ഉണ്ടാവും നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ. സോ അവരുടെ മെയിൻ ആയിട്ടുള്ള അവരുടെ സ്വന്തം വെബ്സൈറ്റ് ഉപയോഗിച്ച് തന്നെ അപ്ലൈ ചെയ്യുക എന്ന് അവർ എടുത്ത് തന്നെ ആദ്യമേ പറയുന്നുണ്ട്. ഓക്കെ, സോ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ലിമിറ്റഡിന്റെ ഒരു ആക്ച്വലി പ്രീമിയർ സ്കെഡ്യൂൾ കൊമേഴ്ഷ്യൽ ബാങ്ക് ആണ് ഇന്ത്യയിലെ. അപ്പം അവിടെ ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള എന്താ പറയുക ഒരു നല്ലൊരു പോസ്റ്റ് ആണ് ജൂനിയർ ഓഫീസർ അല്ലെങ്കിൽ ബിസിനസ് പ്രൊമോഷൻ ഓഫീസർ എന്നുള്ള പോസ്റ്റ്. അപ്പൊ ഇതിലേക്കാണ് നോട്ടിഫിക്കേഷൻ വിളിച്ചത്. അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. അപ്പൊ നോട്ടിഫിക്കേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളോട് പറയാനുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് നോട്ടിഫിക്കേഷനിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. സോ നമ്മുടെ വർക്ക്ഷോപ്പ് ഓൾറെഡി നമ്മൾ തൃശ്ശൂർ ശക്തൻ ക്യാമ്പസ് വെച്ച് അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിലും നമ്മൾ ഫ്രീ ഓഫ്ലൈൻ വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. മെയ് 31 നമ്മുടെ കൊല്ലം, മെയ് 31 ജൂൺ 1 ആ 2 ദിവസം നമ്മുടെ കൊല്ലത്തെ സൈലം ക്യാമ്പസിൽ വെച്ചിട്ടാണ് നമ്മുടെ അടുത്ത ഫ്രീ ഓഫ്ലൈൻ വർക്ക്ഷോപ്പ് നടക്കുന്നത്. മാത്രമല്ല ജൂൺ 9 പാലക്കാടുള്ള സൈലം ക്യാമ്പസിൽ വെച്ചും ഈ ഫ്രീ ഓഫ്ലൈൻ വർക്ക്ഷോപ്പ് നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഓഫ്ലൈൻ വർക്ക്ഷോപ്പിൽ പങ്കെടുത്തവരുടെയൊക്കെ റെസ്പോൺസ് എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ കൃത്യമായിട്ട് കാണാൻ, എത്ര ബാങ്ക് എക്സാമുകൾ ഉണ്ടെന്ന് പോലും അറിയാത്ത ഒരുപാട് കുട്ടികൾ ഉണ്ടായിരുന്നു. അവർക്ക് എല്ലാവർക്കും ഈ വർക്ക്ഷോപ്പ് ഒരുപാട് സഹായകരമായി എന്നറിഞ്ഞതിൽ ഒത്തിരി സന്തോഷം. ഇനിയും നിങ്ങൾക്ക് ഞങ്ങളിലേക്ക് എത്താൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞിടങ്ങളിലേക്കെല്ലാം ഞങ്ങൾ വരാൻ പോവുകയാണ്. അതിന്റെ ആദ്യ ഘട്ടത്തിലാണ് നമ്മൾ തൃശ്ശൂർ പോയത്, ഇനി അടുത്തതായി കൊല്ലം, അതിനുശേഷം പാലക്കാട്, പിന്നെ വരാൻ പോകുന്നതൊക്കെ നമ്മൾ വഴി അറിയിക്കുന്നതായിരിക്കും. സോ ടെസ്റ്റ് ഫ്രീ പ്രാക്ടീസ് ടെസ്റ്റുകൾ, പ്രാക്ടീസ് സെറ്റുകൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. മാത്രമല്ല കംപ്ലീറ്റ് ആയിട്ട് ബാങ്ക് എക്സാംസിനെ കുറിച്ച് അറിയാനും ഈ ഫ്രീ ഓഫ്ലൈൻ വർക്ക്ഷോപ്പ് നിങ്ങൾ പരമാവധി യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, സോ ഇതിനൊപ്പം തന്നെ ഇനിയിപ്പോ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ആണ്, നിങ്ങൾക്ക് ഇനിയും കുറച്ചുകൂടി നമ്മൾ ഓൾറെഡി പഠിച്ചു മിസ്സേ ഒരുപാട് എക്സാംസ് എഴുതുന്നുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് പ്രാക്ടീസിന്റെ കുറവുണ്ട്, കുറച്ചുകൂടെ പ്രാക്ടീസ് ചെയ്യണം, കുറച്ചുകൂടെ റിവിഷൻസിൽ ഫോക്കസ് ചെയ്യണം എന്നാണെങ്കിൽ നമ്മുടെ ഓൺലൈൻ ആയിട്ട് റിപ്പീറ്റേഴ്സ് ബാച്ച് ഇപ്പോൾ ഓൺ ഗോയിങ് ആണ്, തുടങ്ങിയിട്ടേ ഉള്ളൂ. അഡ്മിഷൻസ് ഓപ്പൺ ആണ്, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ജോയിൻ ചെയ്യാം. ഇതിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഉപയോഗം എന്ന് വെച്ചാൽ ഇപ്പൊ ഇംഗ്ലീഷിന്റെ എന്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗ്രാമർ ഫുൾ റിവിഷൻ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നല്ല ക്വാളിറ്റി ക്വസ്റ്റ്യൻസ് നല്ല ക്വാണ്ടിറ്റിയിൽ നിങ്ങൾക്ക് നല്ലോണം പ്രാക്ടീസ് ചെയ്ത് സെറ്റാക്കി പിന്നെ ബാങ്ക് എക്സാം ടോപ്പിക്കുകൾ റിവൈസ് ചെയ്ത് അതിന്റെ പ്രാക്ടീസ് ചെയ്ത് പിന്നെ പ്രിലിം സെറ്റും മെയിൻ സെറ്റും പ്രാക്ടീസ് ചെയ്ത് സെറ്റാക്കാൻ പറ്റും. അപ്പൊ ഇത് ഇംഗ്ലീഷിലാണെങ്കിൽ ക്വാണ്ടിലും റീസണിങ്ങിലും ഇതുപോലെ തന്നെ നിങ്ങൾക്ക് സഹായം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ പഠിച്ചതെല്ലാം ഒന്നും കൂടി ഉരച്ചും എനിക്ക് എക്സാമിന് പോകാനായിട്ട് ഉറപ്പായിട്ടും റിപ്പീറ്റേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്യാം. അപ്പൊ നിങ്ങൾ പറയും മിസ്സേ ഞങ്ങൾ ഫ്രഷേഴ്സ് ആണ്, ബിഗിനേഴ്സ് ആണ്, തുടങ്ങുന്നതേ ഉള്ളൂ, ഞങ്ങൾക്ക് റിപ്പീറ്റേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് പറ്റത്തില്ല, വേറെ ഏതെങ്കിലും ബാച്ച് ഉണ്ടോ? ഉണ്ട് മക്കളെ, വേറെയും ബാച്ച് ഉണ്ട്. അത് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി, നമ്മുടെ ഓഫ്ലൈൻ ആയിട്ട് നടക്കുന്ന കാര്യം കൂടി ഒന്ന് പറഞ്ഞോട്ടെ. നമ്മുടെ കോഴിക്കോട് വെസ്റ്റ് ഹിൽ ക്യാമ്പസിൽ നമ്മൾ ഓഫ്ലൈൻ ആയിട്ട് ക്ലാസ്സുകൾ പോകുന്നുണ്ട്. ഒരു ഹെൽത്തി എൻവയോൺമെന്റിൽ നിങ്ങൾക്ക് പഠിക്കണം, ബേസ് മുതൽ അഡ്വാൻസ് വരെ കവർ ചെയ്യണം, ടീച്ചേഴ്സുമായിട്ട് ഡയറക്റ്റ് സംസാരിച്ച് ഡൗട്ട് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഓപ്പർച്യൂണിറ്റി എന്ത് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യുക. ഈ വീഡിയോയുടെ താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ടാകും, അത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ടീം നിങ്ങളെ വിളിക്കുന്നതായിരിക്കും. നിങ്ങളെ വിളിക്കുന്നില്ല, നിങ്ങൾക്ക് വിളിച്ചിട്ട് കിട്ടുന്നില്ല, നിങ്ങൾക്ക് കമന്റ് ചെയ്ത് ഞങ്ങളോട് പറയാൻ സാധിക്കുന്നതാണ്. അപ്പൊ കമന്റ് ബോക്സ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇനി ജോയിൻ ചെയ്യണം, ബേസ് ടു അഡ്വാൻസ് ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണമെങ്കിൽ RRB PO ക്ലർക്ക് റാങ്കേഴ്സ് ബാച്ച് എന്നൊരു ബാച്ച് ഉണ്ട്. ആ ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ബേസ് മുതൽ അഡ്വാൻസ് വരെ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. പ്രിലിംസും മെയിൻസും എല്ലാം അതിൽ ഇൻക്ലൂഡഡ് ആണ്. ഉറപ്പായിട്ടും ഒന്നും അറിയാത്ത ബിഗിനർ ആയിട്ടുള്ള ഒരാൾക്ക് ബാങ്ക് എക്സാംസിനെ കുറിച്ച് കൂടുതൽ അറിയാനും പഠിക്കാനും സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതും നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം എന്നേ ഞാൻ പറയത്തുള്ളൂ. പിന്നെ നിങ്ങൾക്ക് പറയാനുള്ള എല്ലാ കമന്റുകളും, നിങ്ങളുടെ എല്ലാ ഫീഡ്ബാക്സും ഞങ്ങൾ അറിയിക്കുക. മാത്രമല്ല ഒരു മെഗാ സർപ്രൈസിന്റെ കാര്യം ഇന്നലെ അറിഞ്ഞിട്ടുണ്ടാവല്ലോ, അതെല്ലാം നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതാണ്. അതെല്ലാം നിങ്ങൾ നന്നായിട്ട് അത് ഉപയോഗപ്പെടുത്തുക, യൂട്ടിലൈസ് ചെയ്യുക മാക്സിമം. എന്നിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഇതിലേത് ബാച്ച് ചൂസ് ചെയ്യണം എന്ന്, അല്ലെ? സോ മറക്കണ്ട. ഇനി നമുക്ക് നേരെ എന്തിലേക്ക് പോവാം? നോട്ടിഫിക്കേഷനിലേക്ക് പോവാം. സോ ബാക്കി നമുക്ക് നോക്കിയാലോ എന്താണ് ഈ നോട്ടിഫിക്കേഷൻ പറഞ്ഞ ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഡേറ്റ്സ്, ഇമ്പോർട്ടന്റ് ഡേറ്റ്സ് കാണാൻ പറ്റുന്ന ഓൺലൈൻ ആപ്ലിക്കേഷന്റെ സ്റ്റാർട്ട് ഡേറ്റ് കൊടുത്തിരിക്കുന്നത് 19/5/2025 മെയ് 19 ആണ് ആപ്ലിക്കേഷന്റെ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് മുതൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങാം. ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്റെ ഡേറ്റ് വരുന്നത് 26/5/2025 അതായത്
കറക്റ്റ് മെയ് 26 ആകുമ്പോൾ ആപ്ലിക്കേഷൻ ഡേറ്റ് ക്ലോസ് ആവും. അപ്പൊ അതിനു മുന്നേ എന്ത് ചെയ്യണം? ഈ ആപ്ലിക്കേഷൻ ഡേറ്റ് ക്ലോസ് ആവുന്ന പറയുമ്പോൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾ എന്തും ചെയ്യണം, ഫീയും പേ ചെയ്തിരിക്കണം. ഫീ പേയ്മെന്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആവുന്നില്ല, നിങ്ങൾ രജിസ്ട്രേഷനോട് അക്സെപ്റ്റഡ് ആവുന്നില്ല. അതുകൊണ്ട് ഉറപ്പായിട്ടും ഫീ പേയ്മെന്റ് ചെയ്ത് തന്നെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് പൂർത്തിയാക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇനി എലിജിബിലിറ്റിയുടെ കാര്യങ്ങളൊന്നുണ്ട്. ഏജ് നോക്കിക്കഴിഞ്ഞാൽ മാക്സിമം ഓഫ് 28 ഇയേഴ്സ്, 28 വയസ്സ് വരെ എന്നാണ് പറയുന്നത്. മിനിമം എത്ര എന്നവർ പറയുന്നില്ല. അപ്പൊ അത് നമുക്ക് താഴേക്ക് പോകുമ്പോൾ ഉണ്ടോ എന്ന് നോക്കാം. മാക്സിമം 28 വയസ്സ് വരെ ഉള്ളവർക്ക്, അപ്പൊ മാക്സിമം 28 എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതൽ ചിന്തിക്കാൻ നിൽക്കണ്ട. അവർ തൊട്ട് താഴെ പറയുന്നുണ്ട് ഗ്രാജുവേഷൻ ഇൻ എനി സ്ട്രീം. നിങ്ങൾ ഓൾറെഡി ഗ്രാജുവേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 28 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഗ്രാജുവേഷൻ കഴിഞ്ഞവർക്ക് അപ് ടു 28 വരെ അപ്ലൈ ചെയ്യാം എന്നാണ് അവർ പറയുന്നത്. അതിന് കൃത്യമായിട്ടുള്ള ഒരു എന്താ പറയുക ഡേറ്റ് അവർ കാണിക്കുന്നില്ല. നിങ്ങൾ ഗ്രാജുവേറ്റഡ് ആണോ എങ്കിൽ 28 വയസ്സ് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇനി ഏജ് റിലാക്സേഷൻ SC/ST കാൻഡിഡേറ്റ്സിന് 5 ഇയേഴ്സ് ഓഫ് ഏജ് റിലാക്സേഷൻ ഒന്നും അവർ കറക്റ്റ് ആയിട്ട് ഇതിൽ പറയുന്നുണ്ട്. അപ്പൊ ഇത് രണ്ടുമാണ് ആദ്യം നമുക്ക് നോട്ടിഫിക്കേഷനിൽ കാണാനായിട്ട് പറ്റുന്നത്. പിന്നെ എടുത്തു പറയുന്നുണ്ട് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി മാത്രമേ നിങ്ങൾ അപ്ലൈ ചെയ്യാവൂ. ഇനി നമുക്ക് അടുത്ത പേജിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ് ആണ്. ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ് ജൂനിയർ ഓഫീസർ, ബിസിനസ് പ്രൊമോഷൻ ഓഫീസർ എന്നുള്ള ഡെസിഗ്നേഷനിലേക്കാണ്. അതാണ് നമ്മുടെ ജോബ് റോള്. ഇനി നമുക്ക് വേണമെങ്കിൽ അത് കുറച്ചും കൂടി സൂം ഔട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം, കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്. നോക്കിയേ, ടേം ഓഫ് അപ്പോയിന്റ്മെന്റ് പറയുന്നുണ്ട്. ഓൺ കോൺട്രാക്ട് ഇനിഷ്യലി ഫോർ എ പീരീഡ് ഓഫ് 3 ഇയേഴ്സ്, റിന്യൂവബിൾ അറ്റ് ദ സോൾ ഡിസ്ക്രിപ്ഷൻ ഓഫ് ബാങ്ക് ബേസ്ഡ് ഓൺ പെർഫോമൻസ് ഇവാലുവേഷൻ. നിങ്ങളുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്തിട്ടായിരിക്കും പിന്നെ അത് ആദ്യത്തെ 3 വർഷം ഒരു കോൺട്രാക്ട് ബേസിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നെങ്കിൽ പിന്നെ ബാങ്കിന് തീരുമാനിക്കാം നിങ്ങളെ പെർമനന്റ് ആക്കണോ വേണ്ടയോ. അപ്പൊ നിങ്ങൾ നന്നായിട്ട് പെർഫോം ചെയ്താൽ ഉറപ്പായിട്ട് പെർമനന്റ് ആവാം അല്ലെ. Career progression on completion of initial contract period or any extension granted thereafter, high performing candidates identified the bank may without any obligation and its sole and absolute discretion be considered for regular employment as assistant manager scale 1 subject to then prevailing norms of the bank. കണ്ടോ, 3 വർഷത്തെ കോൺട്രാക്ട് പീരീഡ് കഴിയുമ്പോൾ ഹൈ പെർഫോമിംഗ് ആയിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ കംപ്ലീറ്റ്ലി ബാങ്കിന്റെ ഡിസ്ക്രിപ്ഷൻ ആണെങ്കിലും അടുത്ത പ്രൊമോഷൻ കിട്ടിപ്പോകുന്നത് എങ്ങോട്ടേക്കാണ്? അസിസ്റ്റന്റ് മാനേജർ സ്കെയിൽ 1 പോസ്റ്റിലേക്ക് നിങ്ങൾ പ്രൊമോട്ടഡ് ആവുന്നതാണ്. അപ്പൊ അത്രയും സൂപ്പർ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്, മിസ്സാക്കരുത്. സർവീസ് എഗ്രിമെന്റ് ഉണ്ടാവും. there will be no mandatory minimum service period. ഒരു മിനിമം സർവീസ് പീരീഡ് അവരെ പറയുന്നില്ല. as stipulated in the case of staff members recruited under regular employment ഉള്ളവർക്കാണ് സർവീസ് എഗ്രിമെന്റ് വരുന്നത്. അല്ലാതെ ഈ ആദ്യത്തെ 3 വർഷത്തെ കോൺട്രാക്ട് പീരീഡിനകത്ത് നിങ്ങൾക്ക് സർവീസ് എഗ്രിമെന്റ് വരുന്നില്ല എന്ന് അവർ പറയുന്നുണ്ട്. പോസ്റ്റിംഗ് ലൊക്കേഷൻ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ആകാം ബാങ്കിന്റെ റിക്വയർമെന്റ് അനുസരിച്ച്. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ട്രാൻസ്ഫർ വരാം എന്നും അവർ പറയുന്നുണ്ട്. സോ സത്യം പറഞ്ഞാൽ നല്ലൊരു കാര്യമാണ്. നമ്മൾ ഗ്രാജുവേഷൻ കഴിഞ്ഞു, 28 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്തു, ആദ്യത്തെ 3 വർഷം ജോലി ചെയ്തു, നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു. സോ അടുത്ത പ്രൊമോഷൻ കിട്ടി, നേരെ നമ്മൾ ആരായി? അസിസ്റ്റന്റ് മാനേജർ സ്കെയിൽ 1ലേക്ക് വന്നു, റെഗുലർ എംപ്ലോയി ആയി, ലൈഫ് സെറ്റായി അല്ലെ. ഇനി സാലറിയുടെയും കോമ്പൻസേഷന്റെ കാര്യം, ടോട്ടൽ CTC അറ്റ് ദ ടൈം ഓഫ് ജോയിനിങ് വിൽ ബി 7.44 lakhs per annum. Okay, inclusive of NPS contributions, insurance premium, variable pay based performance. അങ്ങനെ ഇൻഷുറൻസും മറ്റു കാര്യങ്ങളും ഒക്കെ എന്താണ് ഉണ്ടാവും. സോ 7.44 lakh അല്ലെ, 7.44 lakh. ഞാൻ ഇതിൽ കൂടെ ഒന്നും പറയുന്നില്ല, പെർ ആനം ഇത്രയും ശമ്പളം ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. ജനറൽ ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ്, അപ്പൊ എംപ്ലോയ്മെന്റ് ജനറൽ ടേംസും കൂടെ അവർ ഇതിൽ പറയുന്നുണ്ട്. എന്താ നമുക്ക് നോക്കാം. ഇത് ആക്ച്വലി നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ കുറച്ച് വലുതാക്കി കാണിക്കുന്നത്, സോ ദാറ്റ് you guys can read it carefully. അപ്പോൾ general terms of employment എന്താണ്? allowance, official duty allowance for official travel undertaken, eligible lodging allowance. അപ്പം എന്താണ്, നിങ്ങൾക്ക് ഇപ്പോൾ ഓഫീസിന്റെ ഒരു കാര്യമായിട്ട് ട്രാവൽ ചെയ്യേണ്ടി വരികയാണ്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യുന്നതിന്റെ അലവൻസ് ഉണ്ടാവും, ലോഡ്ജിങ്ങിന്റെ അലവൻസ് ഉണ്ടാവും, ഹോൾട്ടിങ്ങിന്റെ അലവൻസ് ഉണ്ടാവും. അതിന് ലിറ്ററലി പറഞ്ഞാൽ നിങ്ങളുടെ താമസ സൗകര്യവും നിങ്ങളുടെ ട്രാവലിംഗ് എക്സ്പെൻസും എല്ലാം തന്നെ എന്തായിരിക്കും? ബാങ്കിന്റെ നോംസ് അനുസരിച്ച് ബാങ്ക് തന്നെ തരുന്നതായിരിക്കും. ട്രാവൽ അലവൻസ് ഉണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇൻഷുറൻസ് കവറേജ് ഉണ്ട്, ഗ്രൂപ്പ് മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ട്, ഗ്രൂപ്പ് ആക്സിഡന്റ് ഇൻഷുറൻസ് ഉണ്ട്. ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് എന്തായിരിക്കും? ഫർദർ ഗ്രൂപ്പ് ലൈഫ് ഇൻഷുറൻസ് ഇസ് അറേഞ്ച്ഡ് വിത്ത് പ്രീമിയം ബോണ്ട് ബൈ ദി എംപ്ലോയി. ഓക്കെ, അപ്പൊ ഇൻഷുറൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. സ്റ്റാഫ് ലോണുകളുണ്ട്. എന്താ അതായത് നമുക്കിപ്പോ അതർ അലവൻസിൽ വരുന്നതിൽ സ്റ്റാഫ് ലോൺ, പ്രീ റിക്വസിറ്റ്സ്, ബെനിഫിറ്റ്സ് ആൻഡ് അതർ ഫെസിലിറ്റീസ് വിച്ച് ആർ ആപ്ലിക്കബിൾ ടു റെഗുലർ എംപ്ലോയി. അപ്പൊ നിങ്ങൾ റെഗുലർ എംപ്ലോയി ഓഫ് ദ ബാങ്ക് ഷാൽ, നിങ്ങൾ തുടക്കത്തെ ആദ്യത്തെ 3 വർഷത്തിൽ നിങ്ങൾക്ക് ഇത് കിട്ടണം എന്നില്ല, നിങ്ങൾ കോൺട്രാക്ട് പീരീഡിലാണല്ലോ. ബട്ട് റെഗുലർ എംപ്ലോയി ആയി കഴിയുമ്പോൾ ഇങ്ങനെയുള്ള അലവൻസുകളെല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതായത് നമ്മുടെ സ്റ്റാഫ് ലോൺ അങ്ങനെയുള്ള അലവൻസ് ഇല്ലേ, അതൊക്കെ നിങ്ങൾക്ക് വഴിയേ കിട്ടും. ദെൻ ആനുവൽ ഇൻക്രിമെന്റ് ഡ്യൂറിംഗ് ദ കോൺട്രാക്ട് പീരീഡ് ഷാൽ ബി റിലീസ് ബേസ്ഡ് ഓൺ ദ പെർഫോമൻസ് ഇവാലുവേഷൻ. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നന്നായി പെർഫോം ചെയ്യുക. നിങ്ങളുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യപ്പെടാൻ മാത്രമല്ല അതിന്റെ ബേസിലാണ് നിങ്ങളുടെ പ്രൊമോഷൻ വരുന്നത്. അപ്പൊ നന്നായിട്ട്
പെർഫോം ചെയ്യുകയാണെങ്കിൽ ഓഫ് കോഴ്സ് ബാങ്ക് വിൽ കൺസിഡർ യു ഫോർ പ്രൊമോഷൻ ആൻഡ് ദാറ്റ് ഇസ് ഗോണ ഗീവ് യു സോ മച്ച് ഓഫ് ബെനിഫിറ്റ്സ്. ആൻഡ് മോഡ് ഓഫ് സെലക്ഷനിലേക്ക് വരാം. ഓൺലൈൻ ടെസ്റ്റും പേഴ്സണൽ ഇന്റർവ്യൂമാണ് ഏറ്റവും അധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ എക്സാമിൽ. ഓൺലൈൻ ടെസ്റ്റും ഉണ്ട്, പിന്നെ ഒരു പേഴ്സണൽ ഇന്റർവ്യൂ ഉണ്ട്. Mere eligibility will not vest any right of the applicant being called for the recruitment process. The bank has the right to make required modification to the selection process. Selection process എന്ത് മോഡിഫിക്കേഷൻ ബാങ്കിലും ബാങ്കിന് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഇനി നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം. അടുത്ത പേജിലേക്ക് പോകുമ്പോൾ ആപ്ലിക്കേഷൻ ഫീസ് പറയുന്നുണ്ട്. ദാറ്റ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പാർട്ട് ഓഫ് ദിസ് നോട്ടിഫിക്കേഷൻ. എന്താണ്? ജനറൽ കാറ്റഗറിക്ക് 500 രൂപയും SC/ST കാറ്റഗറിക്ക് 200 രൂപയുമാണ് ആപ്ലിക്കേഷൻ ഫീ വരുന്നത്. ഓക്കെ, അപ്പോ പലരും ഇതിന് ശേഷം ചോദിക്കാറുണ്ട്, മിസ്സേ ഞാൻ ഡിഗ്രിയുടെ അവസാനത്തെ ഇതിലാണ് നിൽക്കുന്നത്, എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റിൽ നിന്റെ CGPA മാർക്ക് എല്ലാം നിനക്ക് അപ്ലൈ ചെയ്യുമ്പോൾ കൊടുക്കാൻ പറ്റുമെങ്കിൽ നിനക്ക് അപ്ലൈ ചെയ്യാം. ഇതിന് മുന്നേ ഞാൻ കണ്ടുള്ള നോട്ടിഫിക്കേഷൻ താഴെ വരുന്ന ഡൗട്ടുകളാണ് ഇതൊക്കെ. ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ജോലി ചെയ്യേണ്ടതായിട്ട് വരും, പക്ഷെ ഇതിൽ ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റ് പറയുന്നില്ല. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ നോട്ടിഫിക്കേഷനുള്ള വളരെ കാര്യങ്ങൾ ചുരുക്കി ഞാനൊരു ഇതിൽ പറയുകയാണെങ്കിൽ, നിങ്ങൾ ഗ്രാജുവേഷൻ കഴിഞ്ഞു, നിങ്ങൾ ബാച്ചിലേഴ്സ് കഴിഞ്ഞിരിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് 28 വയസ്സായിട്ടുണ്ട്, അല്ലെങ്കിൽ 28 വയസ്സിന് മുകളിലല്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതിന് വേണ്ടി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ജനറൽ കാറ്റഗറി ആണെങ്കിൽ 500 രൂപയാണ് നിങ്ങൾ അടയ്ക്കേണ്ട ഫീസ് വരുന്നത്. SC/ST ആണെങ്കിൽ 200 രൂപ. ഇനിയിപ്പോ ഡിഗ്രി എന്ന് പറയുമ്പോൾ ഏതൊരു ഡിസിപ്ലിൻ ആയാലും കുഴപ്പമില്ല. ഓക്കെ, ഏതൊരു ഡിസിപ്ലിനിൽ ഡിഗ്രി എടുത്തവർക്കും ഡിഗ്രി ക്വാളിഫൈഡ് ആയവർക്കും അപ്ലൈ ചെയ്യാം, ഒരു പ്രശ്നവും ഇല്ല. 28 വയസ്സ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല, 28 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം എന്നാണ് പറയുന്നത്. 2 പ്രോസസ്സുകളും ഓൺലൈൻ ടെസ്റ്റും അതിനുശേഷം അതിനുശേഷമാണ് നമ്മുടെ പേഴ്സണൽ ഇന്റർവ്യൂ വരുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ഗൈഡ് ലൈൻസ് കൊടുത്തിട്ടുണ്ട്, ജനറൽ കണ്ടീഷൻസും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. സോ ഇനി എന്തെങ്കിലും കൂടുതൽ എൻക്വയറി ഉണ്ടെങ്കിൽ കസ്റ്റമർ കെയറിൽ വിളിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന വെച്ച് കഴിഞ്ഞാൽ ഇതാണ് വെബ്സൈറ്റ് www.southindianbank.com. ഇതിൽ വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ. കൂടുതലായിട്ട് ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതല്ല. നമുക്ക് ആകെ ഇത്രയും ഡീറ്റെയിൽസ് മാത്രമാണ് തന്നിരിക്കുന്നത്. മോഡ് ഓഫ് സെലക്ഷന്റെ കാര്യം അല്ലെങ്കിൽ ഏതൊക്കെ സബ്ജക്ട്സ് പഠിക്കണം എന്നുള്ളതൊന്നും അവർ മെൻഷൻ ചെയ്തിട്ടില്ല നമ്മുടെ എന്താ പറയാ നോട്ടിഫിക്കേഷനകത്ത്. ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് നോട്ടിഫിക്കേഷനിൽ മെൻഷൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഫർദർ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ നിങ്ങൾ ഉറപ്പായിട്ടും വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക. പിന്നെ ബാങ്ക് എക്സാം ആകുമ്പോൾ ഓൺലൈൻ ടെസ്റ്റിന് നമ്മുടെ സബ്ജക്ട്സ് തന്നെയായിരിക്കും ഉണ്ടാവുക, റീസണിങ്, ഇംഗ്ലീഷും കോണ്ടും ഒക്കെ. അപ്പോൾ കുറച്ചൊക്കെ നമുക്ക് ബാങ്കിങ് അവയർനെസ്സും ഒക്കെ അറിഞ്ഞിരിക്കേണ്ടതായിട്ട് വരും. അപ്പൊ എന്തായാലും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് എന്ത് ചെയ്യണമെന്നും എങ്ങനെ പഠിക്കണമെന്നും ഒക്കെ ഓൾറെഡി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് വീഡിയോയുടെ ആദ്യം. സോ മറക്കാതെ അതെല്ലാം കംപ്ലീറ്റ്ലി ശ്രദ്ധിച്ച് നോക്കി ഏതാണ് കോഴ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം അത് പർച്ചേസ് ചെയ്യുക, സൈലത്തിനോടൊപ്പം പഠിക്കുക. അടുത്ത നോട്ടിഫിക്കേഷനുമായി കാണാം. ബൈ.